നിരവധി ആരോപണങ്ങളിലൂടെയും നിരവധി പ്രതിഷേധങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ യാത്രയായിരുന്നു നവകേരള സദസ്സ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലൂടെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തുന്ന യാത്രയിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. ജനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സർക്കാരിനോടുള്ള പ്രതിഷേധങ്ങൾ അവിടെ അറിയിച്ചിരുന്നു. സാധാരണക്കാരൻ്റെ പെൻഷനും സാധാരണക്കാരൻ്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവും ഒക്കെ കിടക്കുമ്പോൾ, അങ്ങനെ പലതരത്തിൽ സാമ്പത്തികപരമായി സംസ്ഥാനം തകർന്നടിച്ചു നിൽക്കുമ്പോൾ കോടികൾ മുടക്കി ഒരു ബസ് ഇറക്കുന്നു. ആ ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നു പോകുന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നു ഇത് മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പരിപാടിയാണെന്ന് പറയുന്നു, അവരെ കേൾക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറയുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്ന സഖാവ് പിണറായി വിജയൻ പറയുന്നു ഇത് ജനങ്ങളുടെ പരാതി കേൾക്കുവാനുള്ള ഇടമല്ല എന്ന് പറയുന്നു. കേരള കോൺഗ്രസ് നേതാവായ ചാഴിക്കാടനടക്കമുള്ള LDFനോടൊപ്പം നിൽക്കുന്ന കക്ഷികളിലെ നേതാക്കന്മാരെ വരെ ഇത് പറഞ്ഞ് തിരുത്തി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലൊക്കെ പല പരാമർശങ്ങളും മുഖ്യമന്ത്രി നടത്തുന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ഒക്കെ പലതരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കിയ ഒരു നവകേരള യാത്ര. സാധാരണക്കാരിയായ ഒരു ഓട്ടോ തൊഴിലാളിയുടെ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ സ്റ്റാൻഡിൽ ഓടാൻ അനുവദിക്കില്ല എന്ന് കട്ടായം പറഞ്ഞു ഇടതുപക്ഷത്തോട് അനുഭാവമുള്ള സംഘടന. കൂടാതെ പരിപാടിക്ക് പങ്കെടുക്കാത്ത കുടുംബശ്രീ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളിലെ സ്ത്രീകളോടും തൊഴിലാളികളോടും കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് താക്കീത് നൽകുകയായിരുന്നു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ പലയിടങ്ങളിലും. ഒടുവിൽ എന്തായാലും ഭയപ്പെടുത്തിയും അല്ലാതെയും പരാതി സമർപ്പിക്കുവാനും ഒക്കെയായി നിരവധി പേർ നവകേരള സദസ്സിലെത്തി. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ പരാതി ചുവപ്പ് നാടയിൽ കുടുങ്ങാതെ മന്ത്രിമാരുടെ അരികിലേക്ക് എത്തുവാൻ കഴിയുന്ന എല്ലാ വിദ്യകളും ഉണ്ടായിട്ടും കോടിക്കണക്കിന് രൂപ ചെലവാക്കി വേദികളിൽ കയറി സർക്കാരിന്റെ മുഖം വെളുപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് തരാനുള്ള സാമ്പത്തികപരമായ സഹായങ്ങൾ തരാത്തതിനാലാണ് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത്, സാമ്പത്തികപരമായി കേരളം തകർന്നു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള വേദി ഒരുക്കുകയായിരുന്നു നവകേരള സദസ്സിലൂടെ എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ. ലക്ഷക്കണക്കിന് പരാതികളാണ് വിവിധ ജില്ലകളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നവകേരള സദസ്സിൽ എത്തിയത്. അതിൽ സർക്കാരിനെതിരായുള്ള പരാതികൾ, സർക്കാർ സംവിധാനങ്ങളുടെ പാകപ്പിഴ കൊണ്ട് നടക്കാതെ പോയ പല ആവശ്യങ്ങൾക്കുമായുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. മലപ്പുറത്തായിരുന്നു ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചിരുന്നത്. ഈ പരാതികളെ ഒക്കെ സംബന്ധിച്ചുകൊണ്ട് പരാതികൾക്ക് കൃത്യമായി പരിഹാരം ലഭിക്കുന്നില്ല. പരാതികൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇടപെട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ നടത്താൻ കഴിയാതെ പോയ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രത്യാശയോടുകൂടി പരാതികൾ സമർപ്പിക്കുമ്പോൾ ആ പരാതി അതേ സർക്കാരിടങ്ങളിൽ തന്നെ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റെഡിമെയ്ഡ് പ്രതികരണങ്ങളാണ് നവകേരള സദസ്സിൽ നിന്ന് പരാതി നൽകുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തെളിവുകൾ അടക്കം പല മാധ്യമങ്ങളിലും വന്നിരുന്നതുമാണ്. ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്ത നവകേരള സദസ്സിൽ പരിഹാരമുണ്ട് എന്ന പേരിലായിരുന്നു. നമുക്ക് ആ വാർത്തയൊന്ന് വായിക്കാം. നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളിൽ അതിവേഗ നടപടികളുമായി സർക്കാർ. അതിവേഗത്തിൽ തന്നെ മറുപടി ലഭിക്കാതിരിക്കില്ല. കാരണം നൽകുന്ന പരാതികൾക്ക് നൽകുന്ന മറുപടി എന്ന് പറയുന്നത് റെഡിമെയ്ഡ് മറുപടിയും ഒപ്പം ഏതാണോ പരാതി തിരസ്കരിച്ച സർക്കാർ സ്ഥാപനം അവിടേക്ക് തന്നെ തിരികെ നൽകുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി പരിഹാരങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലഭിക്കുന്നു. ജില്ലാതലം വരെയുള്ള പരാതികൾ 30 ദിവസത്തിനകവും സർക്കാർ മന്ത്രിസഭ തലത്തിൽ പരിഹരിക്കേണ്ടവ 45 ദിവസത്തിനകവും തീർപ്പാക്കുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഊർജിത നടപടികൾ തുടരുകയാണ്. എങ്ങനെ ഉടനടി പരിഹാരം ഉണ്ടാക്കും എന്നത് വലിയൊരു ചോദ്യമാണ്. കാര്യം ലക്ഷക്കണക്കിന് പരാതികളാണ് നവകേരള സദസ്സിൽ എത്തിയിരിക്കുന്നത്. ആ പരാതികൾക്കൊക്കെ റെഡിമെയ്ഡ് മറുപടി നൽകുക എന്നുള്ളതല്ലാതെ മറ്റു തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ പൂർണ്ണമായി നടത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ചിലപ്പോൾ 1-2 പരാതികൾക്ക് പരിഹാരം നൽകുവാൻ സാധിച്ചേക്കും. പക്ഷേ ഒരു വലിയ ഭൂരിപക്ഷമോളം ജനങ്ങൾ നൽകിയിരിക്കുന്ന പരാതികൾക്ക് പരിഹാരം നൽകുവാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. വസ്തുതകൾ മറച്ചുവെച്ച് വ്യാജപ്രചരണം നടത്തുന്നവർ സാധാരണക്കാരായ ഗുണഭോക്താക്കളെ കണ്ടില്ലെന്ന് നടിക്കുന്നു. പതിറ്റാണ്ടുകളായി പട്ടയത്തിന് അലഞ്ഞവർ, ചികിത്സാ സഹായം തേടിയെത്തിയവർ തുടങ്ങി നവകേരള സദസ്സിൽ നൽകിയ നിവേദനം കൊണ്ട് ജീവിതത്തിൽ പ്രകാശം നിറഞ്ഞവരും ഭൂമിയും കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ലഭിച്ച സർക്കാർ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും ദേശാഭിമാനിയിൽ മാത്രമാണ് നവകേരള സദസ്സിൽ സമർപ്പിച്ച പരാതികൾക്ക് കൃത്യമായി പരിഹാരം ലഭിക്കുന്നുണ്ട് എന്ന തരത്തിലേക്ക് വാർത്തകൾ വിടുന്നത്. അല്ലാതെ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം ഇത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത്. അതിൽ വിനീതയുടെ പുഞ്ചിരി കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായൊരു വാർത്ത വരുന്നുണ്ട്. അതിൽ 5 ലക്ഷത്തിന്റെ ഭവന വായ്പയിൽ 2 ലക്ഷം രൂപ വിനീതയ്ക്ക് ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇതേ വാർത്തയ്ക്കകത്ത് തന്നെ പ്രത്യേകമായി നൽകിയിട്ടുമുണ്ട്. ഇത് ദേശാഭിമാനി പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട് നൽകിയ ഇന്നത്തെ പത്രത്തിനകത്തുള്ള വാർത്ത. ഓൺലൈൻ മാധ്യമങ്ങളിൽ നവകേരള സദസ്സിന് ലഭിക്കുന്ന പരാതികൾക്കുള്ള പരിഹാരങ്ങളെ പറ്റി
വരുന്ന വാർത്തകൾ വ്യത്യസ്തമാണ്. മാധ്യമത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്: നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ച പരാതികൾ പൂർണ്ണമായും തീർപ്പാക്കുക എളുപ്പമാകില്ലെന്ന് വിലയിരുത്തൽ. പരാതി ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഓഫീസുകൾക്കും കൈമാറിയിരിക്കുകയാണ്. എത്ര തീർപ്പാക്കി എന്ന കണക്ക് പുറത്തുവിട്ടിട്ടില്ല. കഴിയുന്നത്ര വേഗം തീർപ്പാക്കുമെന്നാണ് വിശദീകരണം. വിവിധ ഓഫീസുകളിലും അധികാര കേന്ദ്രങ്ങളിലും പലവട്ടം സമർപ്പിച്ച് തീരുമാനമാകാത്തവയാണ് ലഭിച്ചവയിൽ വലിയൊരു ശതമാനവും. കോടതി പരിഗണനയിലുള്ള വിഷയങ്ങൾ, സർക്കാർ നയപരമായി തീരുമാനിക്കേണ്ടവ, റവന്യൂ അടക്കം വിവിധ വകുപ്പുകളിലായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ തുടങ്ങിയവ പരാതികളിൽപ്പെടും. മിക്കതും വേഗം പരിഹരിക്കാനാവുന്നതുമല്ല. റവന്യൂ, തദ്ദേശം തുടങ്ങിയ പരാതി കൂടുതലായി ലഭിച്ച വകുപ്പുകളിൽ തീർപ്പാക്കലും വൈകാനാണ് സാധ്യത. ആകെ ലഭിച്ചത് 6,21,167 പരാതികൾ. ഇവ സമയബന്ധിതമായി പരിഹരിക്കാൻ ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ പരിഗണനയിലുണ്ട്. ഇതിലൂടെ വിവിധ വകുപ്പുകളുമായി ഏകോപനം നടത്തുവാനും കാലവിളംബമില്ലാതെ പരിശോധിച്ച് തീരുമാനമെടുക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ. പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിൽ പ്രധാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. യാത്ര വൻ വിജയമാണെന്ന് അവകാശപ്പെടുന്ന സർക്കാരും ഇടതുമുന്നണിയും പരാതിയുടെ ഭാവിയിൽ കൂടുതൽ വിശദീകരണത്തിന് മുതിരുന്നില്ല. ഏറ്റവും അധികം പരാതി മലപ്പുറം ജില്ലയിൽ നിന്നാണ്, 81,354 പരാതികൾ. തലസ്ഥാന ജില്ലയിൽ നിന്ന് മാത്രം 61,533 പരാതി. മിക്ക ജില്ലയിൽ നിന്നും 40,000-ലധികം പരാതി. പരിഹാരത്തിനായി വകുപ്പുകൾക്ക് കൈമാറുന്ന പരാതികളിലെ തുടർ നടപടി കൃത്യമായി പിന്തുടരുന്നുണ്ടോ എന്നതിൽ ആശങ്ക പങ്കുവെക്കുന്നവരുമുണ്ട്. എന്തായാലും പെട്ടെന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്ന ദേശാഭിമാനിയും ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ 6 ലക്ഷത്തിൽ പരം പരാതികൾ എങ്ങനെ ഉടനടി പരിഹരിക്കുവാൻ സാധിക്കും? അതിൽ സങ്കീർണമായ പരാതികൾ എങ്ങനെ പെട്ടെന്ന് തീർപ്പാക്കുവാൻ സാധിക്കും? പരാതികൾ സ്വീകരിക്കുക എന്നുള്ളതല്ല നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്വാഭാവികമായും പരാതികൾ പരിഹരിക്കുവാനുള്ള ക്രമീകരണങ്ങളൊന്നും തന്നെ നവകേരള സദസ്സിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ടാവില്ല. സ്വീകരിക്കുക, അതിന് റെഡിമെയ്ഡ് ആയുള്ള മറുപടി നൽകുക. ഇനി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കണം. ആ സജ്ജീകരണങ്ങൾ തയ്യാറാക്കി പ്രശ്നങ്ങൾ ഓരോന്നും റെഡിമെയ്ഡ് ആയിട്ടുള്ള മറുപടിയാണെങ്കിൽ അങ്ങനെ, അല്ലാത്തവയാണെങ്കിൽ അങ്ങനെ, അവ ഓരോന്നും നൽകി വരുമ്പോഴേക്കും വലിയ കാലതാമസം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്.